പക്ഷെ ഇന്നൊരു മെക്കാനിക്കിനെ കിട്ടില്ല. പിന്നെ കാറ് കിടക്കുന്ന ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോണേ. ആ ടി എസ്റ്റേറ്റിന് മുന്നിൽ ഒരു കേവ് ഉണ്ട്, ഒരു ഹില്ലി ഏരിയ, അതാണ് ലാൻഡ്മാർക്ക്. നിങ്ങൾ ഇവിടെയുള്ളവരാ? അല്ല, സിറ്റിന്നാ ഷൂട്ടിന് വന്നതാ. ഓ, ഐ ആം റഹാന, നേച്ചർ ഫോട്ടോഗ്രാഫറാ. കുറച്ച് സ്നാപ്സ് എടുക്കാൻ വന്നതാ. ഡൽഹിയിൽ നെക്സ്റ്റ് വീക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. This is small camera, but I'm big cameraman Soundarya. Okay. Anyways, nice to meet you. Thank you. എന്താ ഇവിടെ? എന്റെ കാറിന് ചെറിയൊരു പ്രോബ്ലം. നിങ്ങൾ വരുന്ന വഴി വർക്ക്ഷോപ്പ് വല്ലതും കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഈ റിമോട്ട് ഏരിയയില് നോ ചാൻസ്. ഓ മൈ ഗോഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? പിള്ളാരെ, പുലി ഇറങ്ങുന്ന സ്ഥലവാ. ഇന്നലെയും കൂടെ ഒരാളെ കൊണ്ടുപോയതേ ഉള്ളൂ. റഹാന, തൽക്കാലം വണ്ടി കയറ്, ഇവിടുന്ന് രക്ഷപ്പെടാം. റഹന, നോ പ്രോബ്ലം. അയ്യോ കാല്, അയ്യോ കൈ, അയ്യോ മനസ്സിൽ പൂവാസം വാസം. Come on, girls, get down. So nice. ഇത് ടമാർ സെറ്റപ്പ്. ഇവിടെ എന്റെ ക്യാമറ കൊണ്ട് ഞാൻ പൊങ്കാലയിടും. സാറേ, റിച്ച് ഫ്രെയിം. കണ്ട ഒരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നത്തേയില്ല. പണ്ടേതോ സായിപ്പ് ലവർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തതായിരിക്കും. എടി, ആ സായിപ്പിന്റെ നമ്പർ ഒന്ന് കിട്ടോ? പോടി, ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. നെറ്റിലെ ഫോട്ടോ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഇതിപ്പോ ശരിക്കും ഞെട്ടിച്ചു. യെസ്, ഇറ്റ്സ് റിയലി നൈസ്. എഴുതുമ്പോ ഞാൻ മനസ്സിൽ കണ്ട അതേ ലൊക്കേഷൻ. പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ. ഇറ്റ്സ് ക്വൈറ്റ് സ്യൂട്ടബിൾ ഫോർ അവർ സ്റ്റോറി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ റിയലി ഇൻട്രസ്റ്റിംഗ്. സോഫിയ, എന്താ സാധനം ഇത്? അയ്യോ, പറഞ്ഞു. എന്റെ സൗന്ദര്യം നിന്ന് പേടിക്കാതിരിക്കും. Oh my God. ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. അത് പേടിക്കണ്ടി തടിച്ച്. ഓ, നിങ്ങൾ സിനിമ പിടുത്തക്കാരാണല്ലേ?
അയ്യോ ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ സാറിന് സിനിമയെന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. ആ പിന്നെ നിങ്ങളുടെ സിനിമയിലൊരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെയൊന്നും അല്ല, ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. ശൃംഗാരം, വീരം, ശൂരം, പരാക്രമം, പ്രേമം. അഭിനയിക്കാൻ അറിയാവുന്നവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത്. ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല അവിടെ. ആ സ്റ്റാർട്ട് ദ മ്യൂസിക്. तू चीज बड़ी है मस्त मस्त, तू चीज बड़ी है मस्त, तू चीज बड़ी है मस्त. എന്ത് ഒരു ആനന്ദം. പെടുക്കുമായിരുന്നോ? അപ്പവും മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആളെ മുട്ട കിട്ടോ? അത് നീ ഇടേണ്ടി വരും. പെടുക്കല്ല, മൂട് പോയി കുടിക്കാം. Yes, who is that? Huh? Sure. ആര് കഥ തട്ടിയാ? എന്താടി? പാതി രാത്രി എന്നെ വിളിച്ചോണർത്തി എന്നെ കുണ്ടിക്കിട്ട് ചവിട്ടി എന്നെ ഈ ഗതിയിലാക്കിട്ട് എന്ത് പറ്റിയെന്നോ? എന്താ പറയുന്ന ഇവള്? ആര് ചവിട്ടിയെന്നാ? അതാ എനിക്ക് അറിയണ്ടേ. ആരാടി എന്നെ ചവിട്ടിയത്? ആർക്കാടി എന്നെ കുണ്ടിയോട് ഇത്ര ആഗ്രഹം? വേറെ എന്ത് ഞാൻ സഹിക്കും, പക്ഷെ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ ഡിക്കിനെ തൊട്ട് കളിച്ചാണ്ടല്ലോ. പിന്നെ ചവിട്ടാൻ പറ്റിയ ഒരു ഡിക്കി. അതെ, വെള്ളം അടിക്കുമ്പോ ഒരു മയത്തിനൊക്കെ അടിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ കൊള്ളേണ്ടി വരും. അതെ, നാളെ കാലത്ത് ഷൂട്ടിംഗ് ഉള്ളതാ. എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. അപ്പൊ ഞാൻ വീണ ഇവളുമാരല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നെ ചവിട്ടിയത്? എന്താ കാട്ടി വെച്ചിരിക്കണ ഇവളുമാർ? എന്റെ ക്യാമറ ബാഗിന്റെ മേലെ ഇവിടെ. എന്താ എന്ത് പറ്റി? ബാഗിൽ ഉണ്ടായിരുന്ന എന്റെ ക്യാമറ കാണാനില്ല. നീ ഇതിൽ വെച്ചില്ലായിരുന്നോ? അതിന് നീ തന്നെയല്ലേ ക്യാമറ പാക്ക് ചെയ്തത്? എന്താ എനി പ്രോബ്ലം? എന്താടി? എനിക്ക് ക്യാമറ കാണാനില്ല. കാണുന്നില്ലെന്നോ? കാണുന്നില്ലേ? ഇതെവിടെ പോവാ? നീ ശരിക്കും നോക്കിയോ? നോക്കി, പക്ഷെ ഇനി വീട്ടിൽ വെച്ചെങ്ങനെ മറന്നതാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനാ ഈ ബാഗിൽ വെച്ചത്. ബാഗിൽ വെച്ചെങ്കിൽ എവിടെ പോവാനോ? ഇത്ര ഉറപ്പ് പറയുമ്പം എന്താടി ഇത്?
ഉച്ചക്ക് നമ്മള് ചിക്കൻ കഴിച്ചില്ലേ അതിന്റെ ബാലൻസാ നൈറ്റ് ഒരു സ്മോൾ അടിക്കുമ്പോ ടച്ചിങ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാ. ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവക്കറിയാം, ക്യാമറ സൂക്ഷിക്കാൻ മാത്രം അറിയില്ല. ഇനി വല്ല കള്ളന്മാരാരെങ്കിലും? കള്ളന്മാരോ? അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലല്ല, ബാഗ് തുറന്നാ കിടന്ന് നോക്കിയോ, എല്ലാ സാധനവും വലിച്ചു കയറിയിട്ടിരിക്കുന്ന. എന്നാ പിന്നെ വല്ല കൊരങ്ങന്മാരും കൊണ്ടുപോയതായിരിക്കും. അയ്യോ, അവളുടെ ഒരു വളിച്ച കോമഡി. എന്റെ ക്യാമറ അഭിനയം. എന്റെ ക്യാപ്പ് ഇങ്ങത്താ, എന്റെ ഗിറ്റാർ ഇങ്ങത്താ. അയ്യോ, എന്റെ ജാക്കറ്റ്. അഭിനയിക്കാൻ അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്ന. നിന്നെ ഞങ്ങൾക്കും വേണ്ട. തല്ലേ ഇനി എങ്ങനെ വരും നോക്കാം. ശശികളെ നോക്കണേ. ഇനി ഭരതനാട്യം ഉണ്ട്, കാണണോ? ക്യാമറ ഇവിടെ വെക്കാം. ആ ജീപ്പ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. കഷ്ടം, ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലെന്ന്. എടി, നിന്നോട് ആകാശത്തേക്ക് റോക്കറ്റ് പറത്താനൊന്നും അല്ല പറഞ്ഞത്. എന്നാലും എനിക്കൊരു ടെൻഷൻ. ഒന്നും പേടിക്കണ്ട, നീ കൂളായിട്ട് വണ്ടി എടുക്ക. ദേ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആ ദേ, ഇതാ ബ്രേക്ക്, അത് മാത്രം നീ മറക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയ, നിന്റെ ക്യാരക്ടർ മേളിനാ. കക്ഷി ഭയങ്കര ബോൾഡാ, അതുപോലെ സോഫ്റ്റും. നീ അവിടെ നടന്നു വരണം. ആ ജീപ്പ് ഇവിടുന്ന് വരും, നീ കൈ കാണിച്ചു നിർത്തണം. സൗന്ദര്യ, നീ ക്യാമറ ഫോക്കസ് ചെയ്തോ? ഫോക്കസ് ചെയ്തോണ്ടേ ഇരിക്കാ. എന്താടി? ഒന്നുമില്ല, നല്ല ഫ്രെയിം കിട്ടിയതിന്റെ സന്തോഷത്തില് നെട്ടിപ്പോയതാ. കൂടുതൽ ഞെട്ടണ്ട, ഫ്രെയിം അവളുടെ തൊടയിലല്ല, ദേ അവിടെയാ. ഓ, പെട്ടെന്ന് ഫ്രെയിം മാറ്റിയോ? സ്റ്റാർട്ട് ക്യാമറ, റണ്ണിംഗ്, ആക്ഷൻ. ഇപ്പൊ ഇതിനൊക്കെ ഞാൻ വേണോ അല്ലേ? അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തതിനൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചാ ഇങ്ങനെ ഇരിക്കും. സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ കൊച്ചേ, ഒറ്റക്കാലിക്ക് കല്യാണം പോലും കിട്ടത്തില്ല. ഇവളൊക്കെ കഴിച്ചിട്ടും കാര്യമില്ല. ഓ, ദൈവഭാഗ്യം ഒന്ന് കരുതിയാ മതിയല്ലോ. ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഓക്കെ. എന്തായിടി, അവള് വരുമോ? എവിടെ? അവള് ഡേറ്റിംഗിലാണ്. ആ കഞ്ചാവ് ചെക്കനുമായിട്ട് ഗോവയില. അപ്പൊ നമ്മുടെ കാര്യം പറയാൻ വരട്ടെ, ഞാൻ അപർണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പ എത്തൂന്നറിയില്ല. എടി ദിവ്യ, നിനക്ക് പറ്റൂടി? അയ്യോ, എന്നെ വിട്ടേക്ക്. തങ്കക്കട്ടി ഞാൻ ഒരുത്തി ഇവിടെ ഇരിക്കുമ്പോ കാക്കപ്പൊന്നിന് വേണ്ടി അലയുന്നു. അയ്യോ, എന്തായാലും എത്രയും പെട്ടെന്ന് നീ വണ്ടി ഇവിടെ എത്തിക്കാൻ നോക്ക്. അഡ്രസ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ബൈ. വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ ട്രബിൾ. റെഡിയാവാൻ 2 ദിവസം കൂടി ആവുന്നു. അപ്പൊ 2 ദിവസം കൂടെ നിങ്ങൾക്ക് എന്നെ സഹിക്കേണ്ടി വരും. ഞങ്ങളുടെ നായികയല്ലേ, സഹിച്ചോളാം. നായികയോ? What do you mean? ഈ ഫോട്ടോയിലെ സുന്ദരിയെ ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു.
വെറുതെ. തമാശയല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആ നോ നോ നോ, എനിക്ക് ആക്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല. വെറുതെ നിങ്ങളുടെ പ്രോജക്റ്റ് സ്പോയിൽ ചെയ്യല്ലേ. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. ഒരുപാട് ജോലി ബാക്കിയുള്ളതാ. ഒരു എക്സ്ക്യൂസും പറയണ്ട, ഞങ്ങൾ വിടത്തില്ല. അതെ, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി. നോ വേ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ട്രൈ ചെയ്തതാ, ആരെയും കിട്ടിയില്ല. ഇനി ഇപ്പൊ ഈ കാട്ടില് ആര് തപ്പാണ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റില്ലെങ്കിൽ വേണ്ട. അതെ, പ്ലീസ് രഹാന, ഞങ്ങളിപ്പോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാ. 2 ആഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആയത്. അതെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് രഹാനിക്ക് ഇത് പറ്റൂന്ന്. ഓക്കെ, നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഐ വിൽ ട്രൈ. എല്ലാം കൊളവായ പിന്നെ എന്നെ തെറി പറയരുത്. അങ്ങനൊന്നും ഉണ്ടാവില്ല, ഇറ്റ്സ് മൈ വേർഡ്. ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. ഞാൻ സോറി, ഐ ഫോർഗോട്ട്. ഇറ്റ്സ് ഓക്കെ, കൂൾ രഹാന. വൺസ് മോർ പ്ലീസ്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറഞ്ഞൊക്കെ നിന്റെ സോറി ഗേൾസ്, ഐ ജസ്റ്റ് കാന്റ് ഡു ഇറ്റ്. വെയിറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന്. ജസ്റ്റ് ബി കൂൾ. അടുത്ത ടേക്കിൽ എന്തായാലും ശരിയാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. യാ പ്ലീസ്. ഓക്കെ, ഇതില് ശരിയല്ലെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. ഓക്കെ, ഡൺ. ആക്ഷൻ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറൂ. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോട് മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ just can't tolerate it. എനിക്ക് അപ്പോഴാണ് നീ ആടിച്ചു ഓടിക്കുന്നത്. ഈ സീനിൽ നമുക്ക് നല്ലൊരു ഹൊറർ എഫക്റ്റ് കിട്ടണം. ഓക്കെ, എന്താ വഴി? ബാക്ക്ഗ്രൗണ്ടില് സ്മോക്ക് എഫക്ട് കൊടുത്താലോ? ഈ കാട്ടിൽ എവിടുന്നാടി സ്മോക്ക് എഫക്റ്റ്? അതിനൊക്കെ ഈ സൗന്ദര്യയുടെ കയ്യില് വഴിയുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങള് എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേൾക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റിയാ. ഇത് കൊള്ളാം. മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ ഈ മുഖത്ത് ശൃംഗാരം, വീരം, ധീരം എല്ലാം ഉണ്ടല്ലോ.
എന്റെ അടുത്ത പടത്തില് മീനാക്ഷിയാണ് ഹീറോയിൻ. തേനീച്ച കൊത്തിയ തേനി തള്ള. ആ വേഷം നിന്റെ അമ്മക്ക് കൊണ്ട് കൊടുത്താ മതി. തടിച്ച് പണ്ടാറം എല്ലാം കൂടെ ഞാൻ തീർക്കും. കാട്ടുകിളവി. ഹലോ, ആ ഞാൻ രഹാനിയ. അങ്ങനെയാണോ? ഓക്കെ ദെൻ. ഞാൻ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക. യു ആർ അഫക്റ്റഡ് ബൈ സംതിങ്. എനി പ്രോബ്ലം? ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തന്നെയാ എന്റെ പ്രോബ്ലം. ആരുടെ ഈഗോയാ ജയിക്കുന്നേന്നുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുക അവര് തമ്മിൽ. വെള്ളത്തിൽ വരച്ച വരാന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് അതുപോലെയാ ഇപ്പൊ എന്റെ ലൈഫ്. ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. ഡൈവോഴ്സിന് വേണ്ടിയുള്ള മത്സരത്തിലാ അവരിപ്പോ. ആര് ജയിച്ചാലും തോൽക്കുന്നത് ഞാനാ. ഏയ്, ഇങ്ങനെ ഡൗൺ ആയാലോ? ലൈഫിൽ ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അധികം ആരും അത് വെളിയിൽ കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ നമ്മളൊക്കെ ടൂറിസ്റ്റുകളെ പോലെയാ. ദൈവമാണ് നമ്മുടെ ട്രാവൽ ഏജന്റ്. പുള്ളിക്കാരൻ ഓൾറെഡി നമ്മുടെ റൂട്ടും ഡെസ്റ്റിനേഷനും ഒക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലൈഫ് എന്ന ജേർണി മാക്സിമം എൻജോയ് ചെയ്യാം. മുത്തുമണി പോലെ മിന്നുന്ന മിഴികളിൽ മുത്തമിട്ട് മൂളിപ്പായുന്ന വഴികളിൽ കൊഞ്ചി കൊഞ്ചി കൂടി പോരെന്റെ കുറുമ്പുള്ള കൺമണി. ഈ പാട്ടു തേനൂട്ടിയോ ഇളക്കാറ്റ് താരാട്ടിയോ ചെല്ലമേ, നീ എന്നോട് കൂടുന്ന കണ്ണാടി കുളിരരുവി. ചൊല്ല് സുല്ല് സുല്ല് മെല്ലെ നില്ല് നീ. മുത്തുമണി പോലെ മിന്നുന്ന മിഴികളിൽ മുത്തമിട്ട് മൂളിപ്പായുന്ന വഴികളിൽ കൊഞ്ചി കൊഞ്ചി കൂടി പോരെന്റെ കുറുമ്പുള്ള കൺമണി. ചേമന്തി ചുവപ്പിൽ മിനുങ്ങി ആലോലം വെൺപുലരി തിരികെ. രാവന്റെ തണുപ്പിൽ മയങ്ങി ഏതേതോ കാൽത്തളകൾ കിളുങ്ങി ഉണരേ. മഞ്ഞോലും മൺകൂടിനുള്ളിൽ തേടി ഈ മാമ്പൂക്കൾ യാത്ര പോകയായി. ആ വെള്ളാരം കുന്നിന്റെ അങ്ങേതിലെത്തിയിടുവാൻ കാണാപൂരമിന്നു പൂത്തുലഞ്ഞുവോ. മുത്തുമണി പോലെ മിന്നുന്ന മിഴികളിൽ മുത്തമിട്ട് മൂളിപ്പായുന്ന വഴികളിൽ കൊഞ്ചി കൊഞ്ചി കൂടി പോരെന്റെ കുറുമ്പുള്ള കൺമണി.
മറക്കാനാവാത്ത കുറേ നല്ല ദിവസങ്ങൾ, എത്ര നല്ല മെമ്മറീസ്. എല്ലാവർക്കും എപ്പോഴും കിട്ടുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം വെരി ലക്കി. എനിവേ, താങ്ക്സ് ഫോർ എവറിത്തിങ്. സോഫിയ, റഹാന, നമ്മൾ പിരിയുന്നില്ല. ഞാൻ ഇനിയും വരും നിങ്ങളെയൊക്കെ കാണാൻ. വരണം, ഞങ്ങൾ കാത്തിരിക്കും. മഴ പെയ്യുന്നു തോന്നുന്നു, വേഗം കേറ്, പെട്ടെന്ന് പോവാം. എന്ത് നല്ല ലൊക്കേഷൻ. ഈ ഇടം വിട്ടു പോവാനേ തോന്നുന്നില്ല. ഒരു കരി കുടിച്ചിട്ട് പോവാം. എനിക്ക് 3 വേണം. ഗ്ലൂക്കോസിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവല്ലോ. തവള കുടുങ്ങിയ മാതിരി ആയനെ. എന്റെ 19ാമത്തെ അടവ് ഞാൻ എടുക്കാൻ മറന്നുപോയതാ. അല്ലെങ്കിൽ ഇവളൊക്കെ രക്ഷപ്പെടില്ലായിരുന്നു. പാവാട വേണോ മേലാട വേണോ, എന്ത് കിട്ടിയാലും കൊള്ളാം. വാ ലാ ലാ ലാ. യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ഒന്ന് കിടക്കാൻ സമ്മതിക്കില്ല. എന്താടി? എന്താ?
പോവില്ല. ഇത് ജെൻസിന്റെ ചിട്ടിയാണല്ലോ. ആ, ഇതെങ്ങനെ ഇവിടെ വന്നു? അങ്ങനെയാണെങ്കി ഗ്ലോറിയ. ഗ്ലോറിയ എന്താ ഇത്? ഇതറിഞ്ഞൂടെ ജെട്ടി? ഗ്ലോറിയ സത്യം പറഞ്ഞോ, ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? എനിക്ക് നാണായിരിക്കണു. ഇത് എന്റെ ബോയ് ഫ്രണ്ടിന്റെയാ. പാവം ധൃതിയിലെടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയ അന്ന് രാത്രി പ്രേമത്തിന്റെ കിലുകിലാ ശബ്ദത്തിൽ ആ മഴ പെയ്തിറങ്ങി. സ്പെഷ്യൽ എഫക്റ്റിനായി നല്ല ഇടിയും മിന്നലും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് റൊമാൻറ്റിക് മൂഡിലായി. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു കല്യാണം കഴിയാത്ത കണ്ണി പെണ്ണല്ലേ. എനിക്കുമല്ലേ ലേഡീസ് വികാര വിചാരങ്ങൾ. ഒരു 11 മണി കാണും, ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ അങ്ങനെ ഭയന്നു പോയി. പിന്നെ ആ ഭയത്തോടെ ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു. ദാ നിൽക്കുന്നു ദുൽഖർ സൽമാൻ. അതുപോലെ ഞാൻ വെറുതെ ഇരിക്കോ? ഞാനും അങ്ങനെ നയൻതാറ പോലെ പോസ് കൊടുത്ത് നിന്നു. ആദ്യം ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ ബോറടി മാറ്റി. പിന്നെ പതുക്കെ 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 മതി, മതി. കൂടുതൽ വിസ്തരിക്കണ്ട. ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിനെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. ഒരു നയൻതാര വന്നിരിക്കുന്നു. നയൻ താരയല്ല, ഫ്രോക്ക് ഇട്ട താരം. പാവം എന്റെ ദുൽഖർ സൽമാൻ. എന്തൊരു സുഖം. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക്. എന്റെ ഫ്രെയിമാണ് ബ്യൂട്ടിഫുൾ. കല്യാണം, കുടുംബം, കുട്ടികൾ. ഇപ്പത്തെ ഒന്ന് പ്രിയക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നത് നന്നായിന്ന്. ആലോചിച്ച് നോക്ക്. രഹാനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കോളമായേനെ. അത് ശരിയാ. നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ just can't tolerate it. അപ്പോ നിനക്ക് എന്നെ വേണ്ടേ? എന്താ ഫ്രെയിം? ആഹാ. എന്റെ ക്യാമറ വർക്ക് നല്ലതായതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു. അല്ലേടി ജ്യോതി? നോക്ക്. നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ. റഹാനെ നമ്മൾ പരിചയപ്പെടാനും അവൾ നമ്മുടെ കഥാപാത്രമായി മാറാനും നമ്മൾ വിചാരിച്ചതിനപ്പുറമല്ലേ അവൾ പെർഫോം ചെയ്തത്. എടി, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ ഏതൊരു ആർട്ടിസ്റ്റും അറിയാതെ അങ്ങ് പെർഫോം ചെയ്ത് പോവും. ഹലോ, എല്ലാം ഭംഗിയാ ഒപ്പിയെടുക്കാനേ ഇതുപോലത്തെ ശക്തമായ കൈകൾ അതിന് പിന്നിലുണ്ടാവണം. എനിക്ക് ഉറക്കം വരുന്നു. ബാക്കി നാളെ കാണാം. എന്താ ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്ക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ? ഉമ്മ വെച്ച് കളിക്കാം. ഉമ്മയല്ല, ഉപ്പുമാ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേഷിക്കുന്നു, എന്തെങ്കിലും വേഗം ഉണ്ടാക്ക്. നോക്കേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറി അല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട. തൽക്കാലം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും താ. ഈ വയറ് നിറയ്ക്കാനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ, എന്താ, എന്താ? അല്ല, തൽക്കാലം വയർ നിറയ്ക്കാനുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. അയ്യോ, നോക്കേ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. തൽക്കാലം ഒരു ഓംലെറ്റ് എങ്കിലും ഉണ്ടാക്കി താ. എന്താടി കാണിക്കുന്നത്? ഈ ഉണ്ടപ്പോത്തിന് ഈ മുട്ട എവിടെ ചെല്ലാം? ഓ, മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ. ഈ മുട്ടയും എടുത്തിട്. ആവൂ, ഒരു വഴിയായിട്ട് പണി കഴിഞ്ഞു. അതെങ്ങട്ടാ? എന്താണ് ഈ പേപ്പർ തിന്നാൻ പോണോ? കഴുതപ്പണ്.
ഇതെങ്ങനെ എന്താണ് ഇത്? രഹാന എവിടെ? എന്താ സംഭവിച്ചേ? അയ്യോ, എന്റെ ക്യാമറ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. രഹാനെ മാത്രം കാണുന്നില്ല. ഇന്നലെയും കൂടി നമ്മൾ കണ്ടതാണല്ലോ. ഇതെന്താ സംഭവിച്ചേ? ഈ ഷോട്ടിലോ റഹന എന്താണ് ഇത്? ചെയ്ത് മാത്രമല്ല ഇങ്ങനെ. അത് രഹാന ഉണ്ടായിരുന്നതല്ലേ? അതെ. അശ്ശോ. വാട്ട് എ ഷോക്ക്. ഇന്നലെ നമ്മൾ കണ്ട ഇതേ റഷസിലെല്ലാം രഹാന ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ അവളുടെ സൗണ്ട് മാത്രം. എങ്ങനെ അവളുടെ ഇമേജ് മാത്രം ഇറേസ് ആയി? ഒരുപക്ഷെ ഈ രഹാന തന്നെ ആയിരിക്കും മേള്. അത് ചിലപ്പോ നമ്മുടെ ഒരു ഹാലുസിനേഷൻ മാത്രമാണെങ്കിലോ? അതൊന്നും അല്ല. ഷോ, അന്ന് ആരോ എന്നെ ചവിട്ടി തള്ളിയിട്ടു എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ അന്ന് സമ്മതിച്ചില്ലല്ലോ. ഇത് നോക്കിയേ, മെർലിന്റെ ആത്മാവ് രഹണയായിട്ട് വന്നതായിരിക്കും. പക്ഷെ അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. ഈ മരിച്ച മേള് രഹാന ആണെങ്കിൽ തന്നെ എന്തിനായിരിക്കും നമ്മളെ പരിചയപ്പെട്ടത്? ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അതെ സർ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇല്ലില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, എല്ലാം തകർന്നില്ലേ? ഐ ആം ഫെഡ് അപ്പ്. ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് നാട്ടിൽ പോവാ. നീ വെറുതെ ഞങ്ങളെ കൂടി ടെൻഷൻ ആക്കല്ലേ. ഇപ്പൊ നമുക്ക് വേണ്ടിയത് കുറച്ച് മനസ്സമാധാനം, അല്ലാതെ വെറുതെ. പത്രത്തിൽ ഒരു ഫോട്ടോ വന്നെന്ന് വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ ആവണ്ട. അത് രഹാനയാണെന്ന് എന്താ ഉറപ്പ്? ഒരു പക്ഷെ അവർ ട്വിൻസ് ആണെങ്കിലോ? ആ, അത് ശരിയാ. ചിലപ്പോ രഹനയും മെർലിനും ട്വിൻസ് ആയിരിക്കും. എങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത റഷസിൽ രഹാനയുടെ ഇമേജ് പതിയാത്തത് എന്താ? ഇനി ടെക്നിക്കൽ എറർ മറ്റോ ആണോ? നോ, നെവർ. അങ്ങനെയാണെങ്കിൽ റഷ്യസില് സോഫിയുടെ ഇമേജോ ഇൻവിസിബിൾ ആവേണ്ടതല്ലേ? അതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ രഹാന ഇനി വല്ല പ്രേതോ ആത്മാവോ ആണോ? ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. എത്രയോ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതല്ല സങ്കടം. ഞാൻ എടുത്ത എത്ര നല്ല നല്ല ഷോട്ട്സാ വെറുതെ ആയ. നമ്മുടെ പ്രോജക്റ്റിന്റെ ലാസ്റ്റ് ഡേ സബ്മിഷൻ നാളെയല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. പിന്നെ ഒരു ഇഷ്യൂന്റെ പേരിൽ നമ്മൾ നമ്മുടെ കരിയർ സ്പോയിൽ ചെയ്യണോ? എനിക്കൊന്നും അറിയില്ല. ഐ ആം ടോട്ടലി കൊളാപ്സ്ഡ്. ഓ, നാളെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ഇന്ന് അടിച്ചു പൊളിക്കാൻ നോക്കാം. ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ നമ്മൾ ഇപ്പോ ഒരു സിനിമയ്ക്ക് പോകുന്നു. ബോറടി മാറ്റാൻ എന്ന് പറഞ്ഞു പോയി കണ്ടത് പ്രേത സിനിമ. എല്ലാത്തിനും കാരണം ഇവളാ തടിച്ചു. സൗണ്ട് സൈഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കോപ്പ് പടം. നീയല്ലേ പറഞ്ഞത് ഇത് കിടില മൂവിയാണെന്ന്? ട്രെയിലർ കണ്ടപ്പോ കിടലം തോന്നി. ഇതാ പറയുന്നത്, ട്രെയിലർ കണ്ടൊന്നും ജഡ്ജ് ചെയ്യരുത്. നയൻതാര കളക്കി, ക്യാമറ പടുപോറ്. ഞാനാണെങ്കിൽ പൊളിച്ചേ. പിന്നെ റെഡ് എപ്പിക്കോ മറ്റേ എന്റെ കയ്യിൽ കിട്ടട്ടെ. ഫുൾ മൂവി ഒറ്റ ഷോട്ടിലാണ്. എന്തൊക്കെയായാലും നയൻതാര എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് നമ്മുടെ ആ റഹാനയുടെ ഒരു കട്ടില്ലേ? Sofia?
സോഫിയക്കുണ്ട ഈ മാറ്റങ്ങൾ കാണുമ്പോ എനിക്കാകെ പേടി തോന്നുക. മോളെ ഈ പാല് കുടിക്ക്. ആരോടും പറയരുത്, ഞാൻ ഇതില് കുങ്കുമപ്പൂ കലക്കിയിട്ടുണ്ട്. US എന്റെ ബോയ് ഫ്രണ്ട് എനിക്കായിട്ട് കൊടുത്തയച്ചതാ. നീയും ഈ പാല് കുടിച്ചാ എന്നെ പോലെ ഗ്ലാമർ ഗേൾ ആയിട്ട് മാറും. എ സ്പെഷ്യൽ മിൽക്ക് വിത്ത് ഗ്ലോറിയ എഫക്റ്റ്. ചായ ചോദിച്ചപ്പോ പാല് കൊണ്ടുവന്നിരിക്കുന്നു. പാലാണ് ചോദിച്ചത്. ഞാൻ സ്നേഹത്തോടെ പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ചു ഉമ്മ തരാനാണെന്ന്. കഴുത്തി കയറി പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാല് തന്ന് മേലെ പറഞ്ഞയക്കാനാണെന്ന്. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് പറഞ്ഞു. സോഫിയ, നീ ഇത് എങ്ങോട്ട് പോവാ? എന്റെ വീട്ടിലേക്ക്. എന്താ ഇനി അതിന് നിങ്ങളുടെയൊക്കെ പെർമിഷൻ വേണോ? നിക്ക്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സോഫിയ എന്തിനാ പാവത്തിന് മിണ്ടി പോരുത്. പാല് ചോദിച്ച് പാല് കൊടുത്തപ്പോ ചായ വേണമെന്ന് പറയണു. ഇവിടെ എല്ലാം ഒരു വിചിത്രമായിരിക്കണല്ലോ. ആഹാ, എന്താടി പെട്ടെന്ന്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇന്നെനിക്ക് വരണോന്ന് തോന്നി, ഞാൻ വന്നു. എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് വരണോന്നൊന്നുമില്ലല്ലോ. വാ അന്മേരി, അകത്തോട്ടിരിക്കാം. ഞാൻ വിളിച്ചതാ, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ നിന്റെ ഡ്രൈവറായിട്ട് വന്നതാണല്ലേ? ഓ, അത് സാരമില്ല ആന്റി. ദാ കിടക്കുന്നു വരണം, പൊടിയും പിടിച്ച്. ഇതൊന്ന് ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഈ ആൻമേരിയെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ആന്റി. എന്താടി സോഫി, ആൻമേരിക്കൊരു മൂഡൌട്ട്? വരുന്ന വഴിക്ക് നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? എന്നാലും ഒരു കപ്പ് ചായ പോലും കൊടുക്കാണ്ട് ആൻമേരിയെ വിട്ടത് മോശമായിപ്പോയി. അല്ല, എന്തായി നിന്റെ പ്രോജക്റ്റ് വർക്കൊക്കെ? എന്താടി ഇത്? ഓരോ ദുശീലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. സമയത്ത് എന്തെങ്കിലും കഴിക്കണോന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. ഇരിക്കുന്നു കോലം കണ്ടില്ലേ? ഓ, തുടങ്ങി അമ്മമാരുടെ സ്ഥിരം ക്ലീഷേ ഡയലോഗ്. വാചകമൊക്കെ പിന്നെ. ദേ, വായിലിരിക്കുന്ന തുപ്പിക്കളഞ്ഞിട്ടേ ഇതെടുത്ത് കഴിക്കാൻ നോക്ക്. കുറച്ച് ബീഫ് ഒലത്തിയതിങ്ങി എടുത്ത്. ബീഫോ? എന്നു മുതലാ നീ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നോൺ വെജ് എന്ന് കേൾക്കുമ്പോഴേ നിനക്ക് അലർജി ആയിരുന്നല്ലോ. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? എന്താടി ഇത്? ജ്യോതി, ജ്യോതി, ഒന്ന് എഴുന്നേക്ക്. സൗന്ദര്യ, എഴുന്നേക്ക്. പുറത്തേതോ കാറിന്റെ ഹോൺ കേൾക്കുന്നു. എഴുന്നേക്ക്. അത് പാതി രാത്രിയിൽ മോളെ കാണാൻ വന്നിട്ട് എന്റെ ഡാഡി ആയിരിക്കും. പോടി. ഓ, ഗ്ലോറിയ, ഗ്ലോറിയ. വേണ്ട ഡാർലിംഗ്, എത്ര പ്രാവശ്യമാണ്? ശരി, ഒന്നും കൂടി തരാം. വിട്, ഒന്ന് എഴുന്നേറ്റ്. മതി. അയ്യന്നാ, ഇങ്ങോട്ട് വാ. അയ്യോ, ദാ വരുന്നു. ഇതെന്താ
ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഇവളെന്താണ് ഇങ്ങനെ വെള്ളമടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്നെ വിളിക്കാൻ ഇവള് വെള്ളമടിച്ചില്ല. എങ്ങനെ? ഏയ്, നിക്ക്. സോഫിയ, സോഫിയ. സോഫിയക്ക് എന്താ പറ്റി? വാ. സൗന്ദര്യ, ഏയ് സൗന്ദര്യ, ഗുഡ് മോർണിംഗ്. ഏയ് ജ്യോതി, എഴുന്നേക്ക് ജ്യോതി. ദാ, രണ്ടുപേരും ചായ കുടിച്ചേ. എന്തുവാടി മിഴിച്ചു നോക്കുന്നേ? നേരെ എത്രയെന്നറിയോ? ഇതുപോലെ എന്നാ എനിക്കൊരു കോഫി ഇട്ട് തരണം കേട്ടോ. താങ്ക് യു. സോഫി, ഇന്നലെ എന്തായിരുന്നു എന്റെ പെർഫോമൻസ്? ഏതായാലും സംഗതി സൂപ്പറായി. ആ കാറ് റിവേഴ്സ് എടുക്കലും വളക്കിലും ഒക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ അന്തം വിട്ടുപോയി. പ്ലീസ് എന്നെ കൂടെ കാർ ഓട്ടിക്കാൻ പഠിപ്പിക്കൂ. ഞാൻ സായപ്പിന്റെ കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. എന്താ നീ അന്തം വിട്ട് നിൽക്കുന്നത്? സോഫിയ എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? ഡ്രൈവിംഗോ? ഞാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അപ്പോഴേക്കും എല്ലാം മറന്നോ? ഇന്നലെ രാത്രി സോഫിയ അല്ലേ കാർ ഓട്ടിച്ചത്? അതേ കാരണല്ലേ ഇത്? ഈ കാർ ഇവിടുന്ന് എടുത്തിട്ട് തന്നെ കുറെ ദിവസമായി തോന്നുന്നു. അത് ശരിയാ. ഈ കാറിലാണല്ലോ അവൾ ഇന്നലെ വന്നത്. ഇതിപ്പോ ഇവിടെ അല്ല, നിങ്ങളെപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. സോഫിയ വന്നില്ലേ? ഇല്ല, നിങ്ങളെ കാണുമെന്ന് വാശി പിടിച്ചാ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയത്. മഴയത്ത് രാത്രി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വണ്ടി ഒന്നും ഇല്ലാതെ എങ്ങനെ പോയോ ആവോ? അതൊക്കെ അവള് സേഫ് ആയിട്ട് എത്തി ആന്റി. ഇപ്പൊ കക്ഷി നല്ല ഉറക്കത്തിലാ. വരൂ, അകത്തോട്ടിരിക്കാം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കായിരുന്നു. മൂത്തവൾ ഒരു കര പറ്റി. ഭാഗ്യം കൊണ്ട് അമേരിക്കയിൽ അവൾക്കൊരു ജോലിയും തരപ്പെട്ട് കിട്ടി. ഇനി ഇവളുടെ കാര്യം അതോടൊന്ന് നേരെയായ. ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട. സോഫിയ നല്ല നിലയിൽ തന്നെ എത്തും. അതെ ആന്റി. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ആന്റി, ആ, മറ്റൊന്നും വിചാരിക്കരുത്. പോയിട്ട് ധൃതിയുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയി ബെഡ് റെസ്റ്റിലാ. ഇവിടെ അടുത്ത വീട്. സത്യം പറഞ്ഞ അവളെ കാണാനാ ഇറങ്ങിയത്. പിന്നെ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ആന്റി, ഇനി നിന്നാ വൈകും. മോളെ, എന്താന്നറിയത്തില്ല, സോഫിക്ക് ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവളിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നുമില്ല. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല മോളെ, സ്വന്തം അമ്മയ്ക്കല്ലേ മക്കളുടെ മാറ്റങ്ങളെ കുറിച്ച് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ. എന്റെ മനസ്സ് പറയുന്നു, എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനേക്കാളും വലുതല്ലേടി നമ്മുടെ സോഫിയ. അവളെ എങ്ങനെ സേവ് ചെയ്യാം, അതാ നമ്മൾ നോക്കേണ്ടത്. അയ്യോ, എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടുന്നത്. ചിലപ്പോ റെഹനയുടെ മാനറിസംസ് അങ്ങനെയുണ്ട്. ഓ മൈ ഗോഡ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഷീ ഹാസ് ഡ്യുവൽ പേഴ്സണാലിറ്റി. ഇത്തരമൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ തിങ്ക് ഷീ നീഡ്സ് എ സൈക്കാട്രിസ്റ്റ്. നിങ്ങൾ പറഞ്ഞതുപോലെ സോഫിയയുടെ ഉള്ളിലുള്ള ആ റിയൽ പേഴ്സണെ കണ്ടെത്താൻ ഞാൻ പല സൈക്കാട്രിക് മെത്തേഡ്സും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടും ഒരു സൈക്കോസിന്റെ യാതൊരുവിധ സിംറ്റംസും സോഫിയൻ ഞാൻ കണ്ടില്ല. ഡോക്ടർ പറയുന്നത് ശരിയാ. ഇപ്പൊ അവൾ നോർമലാ. പക്ഷേ ചില സമയത്ത് അവളുടെ ആക്ടിവിറ്റീസ് കണ്ടാൽ ആര് ശരിക്കും ഞെട്ടിപ്പോ. അതെ ഡോക്ടർ, ഏതോ ഒരു പവർ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ. ചിലപ്പോ രഹന ശരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതെ, ഈ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ മാത്രമാ ഞങ്ങളുടെ ലാസ്റ്റ് ഹോപ്പ്. യാ, ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ഡു വൺ തിങ്.
ഈ രഹാനയുടെ പാസ്റ്റ് അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഐ മീൻ പുള്ളിക്കാരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെ കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ? ഓക്കെ ഡോക്ടർ, ഇന്ന് തന്നെ ഞങ്ങൾ രഹാനയുടെ അമ്മയെ കാണാൻ ശ്രമിക്കാം. പിന്നൊരു കാര്യം, നിങ്ങളുടെ ഈ മൊമെന്റ്സ് ഒന്നും സോഫിയ ഒരിക്കലും അറിയാൻ പാടില്ല. ബി കെയർഫുൾ. എന്തേ ആ ഈ കാറ്, ഇത് രഹാനയുടെ കാറ് തന്നെയല്ലേ? അപ്പോ രഹന മരിച്ചിട്ടില്ല, അത് ഉറപ്പാ. അങ്ങനെയെങ്കിലും മെർലിൻ ആരാ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, രഹാനയുടെ ട്വിൻ സിസ്റ്റർ ആയിരിക്കും മെർലിൻ. ചോദിക്കാം വാ. ആരാ? ആരാ? രഹാന. രഹാനയോ? അതാരാ? അതല്ല മെർലിൻ. ആ വരൂ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് ആന്റിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാ. ഇങ്ങ് തന്നെ. ആന്റിക്ക് ഈ കുട്ടി അറിയോ? ഇതാരാ? ഇത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ, സോഫിയ. ഇവൾക്ക് മേളിനുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഈ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മുമ്പ് ഇവിടെ വന്നിട്ടുമില്ല. ശരിക്കും എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല ആന്റി. ഞങ്ങൾക്ക് മേളിന്റെ റൂം ഒന്ന് കാണാൻ പറ്റും? അവള് പോയ പിന്നെ ഈ മുറിയിൽ വെളിച്ചം വീഴുന്നത് ഇപ്പോഴാ. മോളുടെ മനസ്സ് മുഴുവൻ ഫോട്ടോഗ്രാഫിയിലായിരുന്നു. ഡാഡിയുടെ മരണശേഷം എന്റെ നിർബന്ധം കൊണ്ടാ അവള് നഴ്സിംഗിന് ചേർന്നത്. ദാ ഈ കാണുന്നതെല്ലാം അവൾ എടുത്ത ഫോട്ടോകളാ. എന്റെ മോളിപ്പോഴും ഈ മുറിയിലുണ്ടെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ഡാഡി അവൾക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ക്യാമറ. അവൾ എവിടെ പോകുമ്പോഴും ഈ ക്യാമറയും കൂടെ ഉണ്ടാവും. അവൾക്കിത് ജീവനായിരുന്നു. മോള് മരിച്ച സ്ഥലത്തുനിന്ന് പോലീസ് എന്നെ ഏൽപ്പിച്ചതായത്. നമ്മൾ ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷൻ, മൈൽ സ്റ്റോൺ സൂയിസൈഡ് പോയിന്റ്. ഒരു വർഷത്തിന് മുമ്പേ മരിച്ചുപോയ മെർലിന്റെ ക്യാമറയിൽ ഇതൊക്കെ എടുത്തിരിക്കുന്നു. വല്ലാത്ത ഒരു കോയിൻസിഡൻസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സോഫിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുക, യാദൃശ്ചികമായി മേളിനെ കണ്ടുമുട്ടുക, അവൾ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ കഥാപാത്രമാവുക. ഐ ഫീൽ സംതിങ് മിസ്റ്റീരിയസ്. ശരിയാ, സോഫിയ എഴുതിയ കഥയും ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ക്യാമറ എടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇത് നിന്റെയല്ല, മെർലിന്റെയാ. ആര് പറഞ്ഞു ഇത് എന്റെ ക്യാമറയാ? സോഫിയ, ഇത് ഞങ്ങൾ മെർലിന്റെ അമ്മയുടെ നിന്ന് വാങ്ങിച്ചതാ. നാളെ തിരിച്ചു കൊടുക്കണം. നീ വെറുതെ കളിക്കാണെങ്കിൽ കാണിക്കുന്നേ
സോഫിയ കുട്ടി, ഞാൻ നിങ്ങൾക്കായി റിസർച്ച് ചെയ്ത് ഒരു പുതിയ ഫുഡ് ഐറ്റം കണ്ടെത്തി. ജാപ്പനീസ് അപ്പോ മെർലിന്റെ ലൈഫില് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ മെർലിന്റെ മരണം ഒരു നാച്ചുറൽ ഡെത്ത് ആവാൻ വഴിയില്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് യെസ്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരു തോന്നലാകാം. എന്ത് തന്നെയായാലും വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇക്കാര്യത്തിൽ ആക്ച്വലി ആസ് എ സൈക്കാട്രിസ്റ്റ് മൈ റോൾ ഈസ് ഓവർ. ഇനി ഈ വിഷയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക പോലീസിന് മാത്രം. പോലീസ് അന്വേഷണം എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതിനേക്കാൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലല്ലേ നിങ്ങളിപ്പോ. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നല്ലേ നിങ്ങളിപ്പോ നോക്കേണ്ടത്. ഈ കേസിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളുണ്ട്, SP ദീപിക മേനോൻ. മെർലിൻ ജോൺ അല്ലേ? യെസ് മാഡം. May 14 ഡയമണ്ട് ഹിൽസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സി, 1000 അടി താഴ്ചയിലേക്കാ മെർലിന്റെ ബോഡി വീണത്. അതേ തുടർന്നുള്ള കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, ഒരു സ്ട്രഗിൾ നടന്നതിന്റെ ഒരു ലക്ഷണവും ബോഡിയിലില്ലെന്ന് ആ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. ഒരു മർഡർ ആണെന്നുള്ള സോളിഡ് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സൂയിസൈഡ് കേസായി പോലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യില്ലായിരുന്നു. അല്ല, ഇതൊരു മർഡർ ആണെന്ന് നിങ്ങൾക്കിപ്പോ തോന്നാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, മരിച്ച മേളിന് ശത്രുക്കൾ ആരും ഇല്ലായിരുന്നു മാഡം. എന്നാര് പറഞ്ഞു? മെർലിന്റെ അമ്മ. എങ്കിൽ പിന്നെ മെർലിന്റെ അമ്മ ഇതുവരെ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? മോള് നഷ്ടപ്പെട്ട ഷോക്കിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ലെന്നാ പറഞ്ഞത്. ഓ, ഐ സീ. മാഡം, ഒരു ഡൗട്ട്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഷുവർ, ഇറ്റ്സ് പോസിബിൾ. മെർലിന്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവിന്റെ ഒരു പെറ്റീഷൻ വേണ്ടി വരും. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ജെനുവിൻ ടു. ഈ കേസിലാണെങ്കിൽ മെർലിന്റെ അമ്മയാ പരാതി തരേണ്ടത്. നിങ്ങൾ ആ വഴിക്കൊന്ന് മൂവ് ചെയ്യും. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു മാഡം. ഒന്ന് നിന്നേ. മെർലിനെ കെട്ടാനിരുന്ന പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞേ? രണ്ടുപേരുടെയും കാസ്റ്റ് ഒന്നല്ലാത്തതുകൊണ്ട് ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ലേ? എസ്പെഷ്യലി പ്രണവിന്റെ ഫാമിലിയിൽ നിന്ന്. തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും പ്രണവ് അവന്റെ ബന്ധുക്കളെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നു. ഒരു വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കാം. പക്ഷെ മെർലിൻ മരിക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങളുടെ ചില റിലേറ്റീവ്സ് ഈ മാരേജിനെ ചൊല്ലി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയില്ലേ? കം ഔട്ട് വിത്ത് ദ ട്രൂത്ത്. സത്യം പറഞ്ഞ എന്റെ മോൾക്കൊരു നല്ല ബന്ധം കിട്ടുന്നതിൽ ബന്ധുക്കളിൽ പലർക്കും അസൂയുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എതിർത്തിട്ടും ഈ ബന്ധം തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ചെന്തിനാ? അത് എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു അവള്. പ്രണവിന്റെ കാര്യത്തിലും അത് ശരിയായിരുന്നു. ഓക്കെ, ഫൈൻ. പ്രണവും മെർലിനും ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മെർലിൻ എന്തിനെ സൂയിസൈഡ് ചെയ്തു?
എന്റെ മോൾ അങ്ങനെയൊന്നും സോറി സോറി സോറി. എന്തുകൊണ്ട് അവൾ കൊല ചെയ്യപ്പെട്ടു? അതിനുത്തരമാണ് എനിക്ക് വേണ്ടത്. ഇതെന്താണ്? സോഫിയ, എന്താണ് നീ വിചാരിച്ചിട്ടിരിക്കുന്നത്? രാവിലെ തൊട്ട് ഞാൻ ഇവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കും. ആരോടാ സംസാരിച്ചത്? എന്താണ്? ഗ്ലോറിയൊക്കെ ഒട്ട പിടിച്ചെന്നാ തോന്നുന്നു. താഴെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇവിടെ എല്ലാം വിചിത്രമാണല്ലോ. മെർലിന്റെ മരണവുമായി മാനേജ്മെന്റിന് ഒരു ബന്ധവും ഇല്ല. അപ്പോ മറ്റാർക്കോ ബന്ധമുണ്ടെന്ന് അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സൂയിസൈഡ് ആണെന്നാണ് എല്ലാവരും പറയുന്നതെന്നാ. അപ്പൊ മാഡത്തിന് ഉറപ്പില്ല. ടെൽ മീ മാഡം, മെർലിൻ ഇവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഐ മീൻ പ്രൊഫഷണൽ ജലസിയോ മറ്റോ? നോ, എന്റെ അറിവിലില്ല. ഇവിടെ എല്ലാവരുടെയും പെറ്റായിരുന്നു മെർലിൻ. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോമിസിംഗ് ആയ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. സംടൈംസ് ഗോഡ് ഈസ് സോ ക്രൂവൽ. ക്രൂവൽ ഗോഡാണോ അതോ? നോ മാഡം, ഞങ്ങളുടെ ഭാഗത്തു നിന്നും മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതായത് മെർലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നല്ലേ? ടു ബി വെരി ഫ്രാങ്ക്, എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. ഓക്കെ, അന്ന് മെർലിന്റെ ബാച്ചിലുണ്ടായിരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. മാഡം, 30 പേരായിരുന്നു ആ ബാച്ചില്. അവരിൽ പലരും ഇപ്പോ ജോലി കിട്ടി UK-ലും US-ലും ഒക്കെയാണ്. മറ്റുള്ളവരെല്ലാം ഡൽഹി, മുംബൈ അങ്ങനെ പലയിടത്തുവാ. ഒരു പ്രൈമറി എൻക്വയറി എന്ന നിലയിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. എനിവേ, വൈറ്റൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയാൽ പ്ലീസ് ഗിവ് മീ റിംഗ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതൊന്നും സത്യമല്ലെങ്കിൽ യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. സീ യു. മാഡം, ആ ബാച്ചിലെ ഒരു കുട്ടി 2 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ജോലി മതിയാക്കി ഇവിടെ ഒരു മെഡിക്കെയർ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. വാട്ട്സ് ഹർ നെയിം? മമത? സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാലാഖമാർ. സാധാരണ നഴ്സുമാരെ ഉപമിക്കുന്നത് അങ്ങനെയാണ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ മുതൽ മദർ തെരേസ വരെ. പക്ഷെ ഇപ്പോ സമർത്ഥമായി കൊല്ലാനും അത് മൂടിവെക്കാനുമുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ഒരു നഴ്സിനുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമത. യെസ്, മെർലിൻ ജോൺ. ഒരുമിച്ച് പഠിച്ച ആത്മസുഹൃത്ത്. ആ ആത്മസുഹൃത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മമത ഇത് പുറത്തു പറഞ്ഞില്ല? മാഡം, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. മെർലിൻ കൊല്ലപ്പെട്ടതാണെന്നുള്ള കാര്യം തന്നെ മാഡം ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. മെർലിൻ എന്റെ ബാച്ചിലായിരുന്നെന്നുള്ളത് സത്യ. കണ്ടാച്ചിരിക്കുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. നോ, അങ്ങനെയല്ലല്ലോ മമത കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ തമ്മിൽ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മെർലിന്റെ പല കാര്യങ്ങളും മമതയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ മരണം സൂയിസൈഡ് ആണെങ്കിൽ കൂടി അതിന്റെ ഒരു റീസണും മെർലിൻ മമതയോട് പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മമതയ്ക്ക് അറിവുണ്ടായിരിക്കണം. നോ മാഡം, ഒരിക്കലും മെർലിൻ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ മമത പറഞ്ഞു വരുന്നത് മെർലിൻ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. എങ്ങനെ കൊന്നു? ആര് കൊന്നു? എന്തിനു വേണ്ടി കൊന്നു?
അതാണ് എനിക്ക് അറിയേണ്ടത്. ടെൽ മീ ദ ട്രൂത്ത്. എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം മെർലിൻ ഉണ്ടായിരുന്നിരിക്കും. അത് കാരണം സൂയിസൈഡ് ചെയ്തായിരിക്കും. നോ വേ. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ടൈപ്പ് അല്ല മെർലിൻ. എന്തോ ഒരു പ്രോബ്ലം മെർലിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ. അതെന്താണ്, ഏതാണ്? ചിലപ്പോൾ മെർലിനെ കെട്ടാനൊരു നാളായിരിക്കാം, അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരുപക്ഷേ നീയുമായിരിക്കാം. എന്താ അങ്ങനെയും ആയിക്കൂടെ? ഞാൻ പറഞ്ഞത് സത്യ മാഡം. മെർലിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഐ ആം ടോട്ടലി ബ്ലാങ്ക്. യെസ്, ഐ നോ യു ആർ ടോട്ടലി ബ്ലാങ്ക്. പക്ഷെ തനിക്ക് എല്ലാം അറിയാം. അതെനിക്കും അറിയാം. അഴകേറും പാട്ടും പാടി ഒഴിയാതെ നിന്നെ തേടി കനവോട് കൂട്ടും കൂടി നിഴലോട് ഞാനും. അഴകേറും പാട്ടും പാടി ഒഴിയാതെ നിന്നെ തേടി കനവോട് കൂട്ടും കൂടി നിഴലോട് കൂടും. അറിയാതെ കാണാപ്പു തെന്നൽ പോൽ ഞാൻ അലയുകയായി. നിൻ കണ്ണാടി കൺകോണിൽ തെളിദീപം തിരയുകയായി. അഴകേറും പാട്ടും പാടി നിന്നെ ഞാൻ പല ജന്മങ്ങൾ പിന്തുടർന്നേ പതിവായി. എന്തേരം നിന്നിൽ ചേരാൻ മുന്നിൽ വന്നേ വർണ്ണപ്പൂവേ ഞാൻ തേനിലാവാകാം. പിരിയാത്ത രാഗങ്ങൾ ശ്രുതി ചേരും നേരമിതാ. അഴകേറും പാട്ടും പാടി ഒഴിയാതെ നിന്നെ തേടി കനവോട് കൂട്ടും കൂടി നിഴലോട് കൂടും നിൻ കണ്ണിൽ കാണുകയായി എൻ ഹൃദയം സഖിയേ. നിന്നാവിൽ ചേർക്കുന്നിതാ മധുകണം നിറയെ. നിൻ വിരൽ നെഞ്ചിൽ തേൻമാരിയാകാം. ഉയരുന്നായി ചേരുന്നൊരാനന്ദ നേരമിതാ. അഴകേറും പാട്ടും പാടി ഒഴി
ഇതാണ് അവരുടെ അഡ്രസ്. ഇവർ രണ്ടുപേരായിരുന്നു മെർലിന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ്. ഒരാളിപ്പോ അമേരിക്കയിലാ, രണ്ടാമത്തെ ആൾ സുഹ്റ മുംബൈയിലും. ഇവരിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് മമതയ്ക്ക് തോന്നാൻ കാരണം? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ കൂടി സുഹ്റയും മെർലിനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഹാ, നൗ യു ക്യാൻ ഗോ. വീണ്ടും വരേണ്ടി വരും. മാഡം, ഇന്നലെ എനിക്ക് മെർലിന്റെ ഫേസ്ബുക്കിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്ട് യു മീൻ? മരിച്ച മെർലിന്റെ മെസ്സേജോ? അതെ മാഡം. അത് കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതൊക്കെ വെറും തോന്നലല്ലേ. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അല്ല മാഡം, റിലാക്സ്. മാഡം, മരിച്ച മേർലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് മെസ്സേജ് വരാന്ന് പറഞ്ഞ അപ്പൊ ഗോസ്റ്റ് മെസ്സേജ് അയക്കോ? ഷുവർ. ചിലപ്പോ ആ ഗോസ്റ്റ് SP ദീപിക മേനോന്റെ രൂപത്തിലും വരും, മെസ്സേജ് അയക്കുകയും ചെയ്യും. ഓഹോ, അപ്പൊ അത് മാഡത്തിന്റെ പ്ലേ ആണല്ലേ? ഈ പ്ലേയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്ലീൻ എവിഡൻസ് ആണ്. സുഹറ ഹമീദ്, RP ലെയ്ൻ, അന്ധേരി വെസ്റ്റ്, മുംബൈ. കോനെ? സുഹറ ഹമീദ് അല്ലേ? അതെ. ആരാ? ഐ എം SP ദീപിക മേനൻ ഫ്രം കേരള പോലീസ്. ഞങ്ങളിപ്പോ എന്തിനാ വന്നതെന്ന് സുഹറയ്ക്ക് മനസ്സിലായി കാണും അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. ഒരുമിച്ച് പഠിച്ച 2 ഫ്രണ്ട്സ്, അവർക്ക് പരസ്പരം അറിയാത്ത കാര്യങ്ങളില്ല, തമ്മിൽ ഷെയർ ചെയ്യാത്ത വിഷയങ്ങളില്ല. പക്ഷെ ഒരാൾ സ്നേഹിച്ച പുരുഷനെ മറ്റേ കൂട്ടുകാരി പ്രണയിച്ചപ്പോ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉലച്ചിൽ തട്ടി. ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായി തകർന്നു. പിന്നെ പകയായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ. കൂട്ടുകാരിയുടെ കല്യാണം നിശ്ചയിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ അസൂയയും പകയും വീണ്ടും വർദ്ധിച്ചു. സുഹറയ്ക്കറിയാം ആ പെൺകുട്ടികളെ. ആരാ മാഡം? എനിക്കറിയില്ല. അതിലൊരാൾ, ഇറ്റ്സ് നോ വൺ ബട്ട് യു. മെർലിനുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന പ്രണവുമായി സുഹറയ്ക്ക് അഫെയർ ഉണ്ടായിരുന്നില്ലേ? ടു ബി മോർ ക്ലിയർ, ഒരു 1 വേ അഫെയർ. മെർലിന്റെ കല്യാണത്തിന് 2 ദിവസം മുൻപ് അവൾക്കൊരു ഗിഫ്റ്റ് നൽകാനെന്ന പേരിൽ സുഹറ മെർലിന്റെ വീട്ടിലെത്തി. പക്ഷെ മെർലിൻ വീട്ടിലില്ലായിരുന്നു. പള്ളിയിൽ പോയ മെർലിനെ കാത്തു നിൽക്കാൻ തയ്യാറാവാതെ ആ അമ്മയോടൊരു കള്ളം പറഞ്ഞ് സുഹർ അവിടെ നിന്ന് ഇറങ്ങി. മെർലിൻ എവിടെയുണ്ടെന്നറിയാൻ സുഹർ അവൾക്ക് ഫോൺ ചെയ്തു. മെർലിൻ ഡയമണ്ട് ഹിൽസിൽ ഉണ്ടെന്നറിഞ്ഞ് സുഹർ അവിടെ എത്തി. പിന്നെന്താ നടന്നതെന്ന് സുഹറയ്ക്കറിയാലോ. യു എക്സിക്യൂട്ടഡ് യുവർ പ്ലാൻ ബ്രൂട്ടലി. ഹായ് മെർലിൻ. ഹായ്. ഇപ്പോഴും നിന്റെ ഫോട്ടോഗ്രാഫിയുടെ പ്രേമം കഴിഞ്ഞിട്ടില്ലല്ലേ? ഓക്കെ, ഇത് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ആൻ എവർ മെമ്മറബിൾ ഗിഫ്റ്റ്. താങ്ക് യു. ഞാനല്ല മെർലിനെ കൊന്നത്, സത്യം. സോറി മിസ് സുഹ്റ, ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ വന്നപ്പോ നിനക്കുണ്ടായ പ്രതികാരം, അതല്ലേ സത്യം? മാഡം, ഞാൻ ഈ അഫെയറിനെ ചൊല്ലി താൻ കോളേജിൽ ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്നാണല്ലോ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈസ് ഇറ്റ് ട്രൂ? അത് പ്രണവ് കൈവിട്ടു പോകുന്നറിഞ്ഞ ഷോക്കിൽ ഞാൻ വഴക്കുണ്ടാക്കി എന്നത് സത്യമാ.
അവർ തമ്മിൽ മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ശരി, സുഹറ എന്താ കല്യാണമേ വേണ്ടാന്ന് വെച്ചത്? അത് പിന്നെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മുംബൈയിൽ എന്റെ ജോലിയുമായി ഒതുങ്ങിക്കൂടാന്ന് കരുതി. മുംബൈയിൽ വന്നത് ഒതുങ്ങി കഴിയാനാണോ ഒളിവിൽ കഴിയാനാണോ? സത്യമായിട്ടും ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം. അപ്പൊ ഈ കേസിൽ സുഹറ ഇന്നസെന്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? ഓക്കെ, താൻ നിരപരാധിയാണെങ്കിൽ പിന്നെ മെർലിനെ കൊന്നതാര്? കമോൺ സുഹറ, തനിക്ക് എല്ലാം അറിയാം. ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇനി അല്പം സമയം കൂടി വേണമല്ലേ? ഞങ്ങൾ പോലീസുകാർക്കും അങ്ങനെയാ. അല്പം വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലാ ഒരു ത്രിൽ. കമോൺ സുഹറ, സ്പീക്ക് ഔട്ട് ദ ട്രൂത്ത്. मेरे सपने की मेरे रूप മെയ് 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പള്ളിയിൽ പോയ മെർലിൻ 2 മണിക്കൂറിനകം മരണപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് രാവിലെ 10-നും 12-നും ഇടയിൽ മെർലിന്റെ ജീവിതത്തിൽ അരുതാത്തതെന്തോ സംഭവിച്ചു. പള്ളിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ 30 കിലോമീറ്റർ അകലെയുള്ള ഡയമണ്ട് ഹിൽസിലേക്ക് മെർലിൻ പോകാൻ എന്താവും കാരണം? ആരായിരിക്കും മെർലിനെ കൂട്ടിക്കൊണ്ടുപോയത്? എന്തിന്? ഹലോ മാഡം, ഞാൻ ആൻമേരിയാ. എന്താ ആൻമേരി? മാഡം, സോഫിയയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ICUലാ. അല്പം ക്രിട്ടിക്കലാ. സോഫിയ, ഒന്നുമില്ലടാ, കരയാതെ. മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് മെർലിൻ എടുത്ത ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. Please wait, I'll be there soon. Okay. മാഡം, സോഫി എവിടെ? Where?
Where is Sophia? സോഫിയ എയർപോർട്ടിൽ പോയിരിക്കുക. അമ്മ ഹോസ്പിറ്റലായി വിവരം അറിഞ്ഞ് അവളുടെ ചേച്ചി വരുന്നുണ്ട് US ന്ന്. Oh God. Damn it. സോഫിയ എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപ് അവളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. ഓക്കെ മാം. ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്തേക്ക്. ഓക്കെ. ഹറിയാം. മാഡം, എന്തിനാ സോഫിയ അറസ്റ്റ് ചെയ്യുന്നത്? പ്ലീസ് വെയിറ്റ്. മാഡം ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല മാഡം. പ്ലീസ് പ്ലീസ് ടെൽ us മാം. സോഫിയ, ഷീ ഈസ് ദ കൾപ്രിറ്റ്. യെസ്, അവൾ കുറ്റവാളിയാണ്. അമ്മയെ തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചതും സോഫിയ തന്നെയാണ്. നോ മാഡം, സോഫിയ അങ്ങനെ ചെയ്യില്ല, അത് ഉറപ്പാ. യെസ്, സോഫിയ തന്നെ അത് ചെയ്തത്. ഫോറൻസിക് ലാബിന്റെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെയും റിപ്പോർട്ട് അനുസരിച്ച് ഫ്ലവർ വേസിൽ കണ്ട ഫിംഗർ പ്രിന്റ് സോഫിയുടെ തന്നെയാണ്. ഒരു തെഫ്റ്റോ സ്ട്രഗിളോ നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സോഫിയ തന്നെയാണ് ഈ മർഡർ അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷെ മാഡം, സ്വന്തം അമ്മയാ എന്തിനാ സോഫിയ കൊല്ലാൻ ശ്രമിച്ച? യെസ്, ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞ മെർലിന്റെ പ്രസക്തി. മെർലിൻ എന്തിനു വേണ്ടിയാ മാഡം സോഫിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നേ? There is a reason behind that. മാം, അത് സോഫിയയുടെ ചേച്ചിയാ, US ലാ. തെന്നലേ പൂന്തെന്നലേ
നിനക്കെന്താ ഭ്രാന്തായോ? എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ ആരുമല്ലേ? അതോ തലയ്ക്ക് പിടിച്ചപ്പോ എല്ലാം മറന്നോ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? സോറി ഡി, ഞാൻ ഇന്നെന്റെ ഡാഡിയുടെ ഓർമ്മ ദിവസാ. അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി. ഇന്ന് മമ്മ വിളിച്ച് ഡാഡിയെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പാവം, ഒറ്റയ്ക്കായിപ്പോയി എന്റെ മമ്മ. എന്റെ മനസ്സ് നിറയെ ഫോട്ടോഗ്രാഫിയാണെന്ന് അറിഞ്ഞപ്പോ ഡാഡി വാങ്ങിത്തന്ന ഗിഫ്റ്റായത്. ഇതെന്റെ കൂടെയുള്ളപ്പോ ഡാഡി എന്റെ കൂടെയുള്ള പോലെ. ഐ നോ നീ ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നോട്? ഒരു കാര്യം നീ ആലോചിക്കണം, ഇത് നിന്റെ ലൈഫാ. ദേ, എനിക്ക് വേണ്ടി നീ ഇത് ആവർത്തിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്യണം. പുള്ളിക്കാരനാ, ഞാനൊന്ന് ചൊല്ലിട്ട് വരാം. ഹലോ, ഇതെവിടെയാ? ഞാൻ വിചാരിച്ച എന്നെങ്ങും മറന്നൂന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? ഓ, ഇവിടെയോ? ഇവിടെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. പാവം അമ്മയല്ലേ ഉള്ളത് എല്ലാത്തിനും. ആഹാ, ഹണിമൂൺ പ്ലേസ് ഒക്കെ തീരുമാനിച്ചോ? അത് വേണ്ട, ഇവിടെ തന്നെ ഏതെങ്കിലും റിസോർട്സിന് മതി. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നമുക്ക്. മമ്മ എല്ലാരെയും വിളിച്ചു തുടങ്ങി, ഓടി നടക്കുക. ആ, നാളെ കഴിഞ്ഞ് ഞാൻ പുറപ്പെടും. മതി മതി, കൂടുതൽ സൊല്ലണ്ട. ഇനിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മാസം കഴിഞ്ഞ് മെർലിനും പ്രണവുമായിട്ടുള്ള മനസ്സമ്മതം നടന്നു. ചിലർക്ക് കല്യാണത്തിന് അതിനുശേഷം മെർലിൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. അന്ന് രാത്രി ക്ലാര, ക്ലാര, എന്ന് മുതലാ നീ ഈ ശീലമൊക്കെ തുടങ്ങിയത്? നീ എന്നെ ഉപദേശിച്ചവളല്ലേ? നീ അവസാനിപ്പിച്ചെടുത്തെന്ന് ഞാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം നീയാ. ഞാനോ? യെസ്, ഈ പുകഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സാ. നീ ഇല്ലാതിരുന്ന 2 ദിവസം ഞാൻ എങ്ങനെയാ സ്പെൻഡ് ചെയ്തെന്നറിയോ? ആ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ. നിനക്കറിയാമോ നിന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നു? നീ എന്തൊക്കെയാ പറയുന്നേ? മെർലിൻ, ഐ നീഡ് യു മെർലിൻ. എന്നിട്ട് എന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒരു പൊട്ടിയെ പോലെ നീ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നല്ലേ? What do you mean? Yes, I mean what I said. എനിക്ക് നീ വേണം മെർലിൻ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഒരു നിമിഷം പോലും. നീ എന്റെ അടുത്തുള്ള ഓരോ സെക്കൻഡും ഞാൻ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നു നിനക്കറിയോ? നിന്റെ ചിരി, നിന്റെ നോട്ടം, നിന്റെ ഈ ശ്വാസത്തിന്റെ ഗന്ധം പോലും എന്നെ ഒരുമാതിരി ക്ലാര, നീ പലതും മറക്കുന്നു. ഞാനൊരു പെണ്ണ. ഓഹോ, അപ്പൊ സ്നേഹത്തിനുണ്ടോ? ആണും പെണ്ണും ഒക്കെ? എന്താ നിനക്കെന്നെ സ്നേഹിച്ചൂടെ? നമുക്കെന്താ ഒരുമിച്ച് ജീവിച്ചൂടെ? എത്രയോ പേരങ്ങനെ ജീവിക്കുന്നു. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണാ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറും. അല്ലാതെ വെറുതെ നിന്റെ ഈ പൊസസീവ്നെസ്സാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. I am possessive. ഒരുതരം ഭ്രാന്തമായ ഒബ്സഷൻ. അതാണ് എനിക്ക് നീ. നീ മറ്റൊരാളുടേതാവാൻ ഞാൻ സമ്മതിക്കില്ല.
നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. പ്ലീസ് പ്ലീസ് മെർലിൻ. സോറി ക്ലാര, ഈ അവസ്ഥയിൽ ഇനി ഈ മുറിയിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിയില്ല. ഞാൻ പോവാ. ഗുഡ് ബൈ. മെർലിൻ, മെർലിൻ, എന്നെ വിട്ടു പോവരുത് മെർലിൻ. മെർലിൻ. അന്ന് ക്ലാരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മെർലിൻ ശരിക്കും ക്ലാരയിൽ നിന്നും അകലുകയായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. But who is the killer? ക്ലാര മെർലിനെയും കൊണ്ട് ഡയമണ്ട് ഹിൽസിലേക്ക് പോകുമ്പോൾ മെർലിൻ എടുത്ത ക്യാമറയിൽ ക്ലാരയുടെ മുഖം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത് ക്ലാര അറിഞ്ഞിരുന്നില്ല. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പഴുതുണ്ടാകും. അതൊക്കെ ദൈവത്തിന്റെ ഒരു തരം കളിയാണ്. യെസ്, ഗോട്ട് ഇറ്റ്. ആ സോഫിയ, നീ എവിടെയാ? ഓക്കെ, വെയിറ്റ്, ഐ വിൽ ബി ദേർ. ഹായ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ സോഫിയ, നീ എപ്പോഴാ ഡ്രൈവിംഗ് പഠിച്ചത്? നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? ഞാനോ? നമ്മളെന്തിനാ ഇവിടെ വന്നത്? എന്താ, ഒന്ന് കുമ്പസരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ക്ലാര, നീ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ മുന്നിൽ ഒന്ന് കുമ്പസാരിക്കാൻ വന്നതാ ഞാൻ. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. എനിക്കറിയാം നിനക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന്. കാരണം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തത്ര ക്രൂവൽറ്റി ആണല്ലോ ഞാൻ നിന്നോട് ചെയ്തത്. എന്തായാലും നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് മോർ ദാൻ എനഫ്. പിന്നെ നാളെ കഴിഞ്ഞ് കല്യാണോ, നീ അതുകൂടെ കഴിഞ്ഞ് പോയാ മതി. നോ വേ,
അവിടെയല്ലേ ട്വിസ്റ്റ്. എനിക്ക് വരാൻ പറ്റില്ല. എന്തുപറ്റി? എനിക്കൊരു ജോബ് റെഡി ആയിട്ടുണ്ട്. സ്റ്റേറ്റ്സിലാ. നിന്റെ കെട്ടിന്റെ അന്ന് രാവിലെയാ എന്റെ ഫ്ലൈറ്റ്. സോറി മോളെ, ഐ ആം ഹെൽപ്ലെസ്. എനിവേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഗുഡ് ലക്ക്. താങ്ക് യു ഡിയർ. ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോവാം. ആഹാ, അതൊക്കെ പിന്നെ. ഇപ്പൊ നീ എന്റെ കൂടെ വരണം. എവിടെ? കല്യാണപ്പെണ്ണിനൊരു ഗിഫ്റ്റ് തരണമല്ലോ, അത് മേടിക്കാനാ. എന്റെ വക ഒരു മെമ്മറബിൾ ഗിഫ്റ്റ്, അതും നിന്റെ ചോയ്സില്. വന്നേ. അയ്യോ ക്ലാര, അത് നീ ഒന്നും പറയണ്ട, വന്ന് വണ്ടി കയറിക്കേ. വാ. നിന്റെ ഒരു കാര്യം. നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? അമ്മയെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട്. സോഫിയ, സ്റ്റോപ്പ് ദ കാർ. പോകേണ്ടടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളെന്തിനാ എവിടേക്ക് വന്നത്? വെയിറ്റ് ആൻഡ് സീ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ, മതി വരുവോളം കണ്ടോളൂ. ഗിഫ്റ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ഹിൽസിൽ എന്തിനാ വന്നേ? നീ ഒരു ഫോട്ടോഗ്രാഫർ ആയ സ്ഥിതിക്ക് ഇതിനേക്കാൾ നല്ല എന്ത് ഗിഫ്റ്റാ ഞാൻ തരേണ്ടത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന്? നിങ്ങളുടെ ഹണിമൂണിന് ഐ തിങ്ക് ദിസ് ക്യാൻ ബി ദ ബെസ്റ്റ് പ്ലേസ്. ആഹാ, അതിനിടയ്ക്ക് നീ അതും തീരുമാനിച്ചോ? പിന്നെ നിന്റെ കാര്യത്തിൽ എന്നും എനിക്കൊരു സ്പെഷ്യൽ കെയറിംഗ് ഉണ്ടല്ലോ. ദേ അങ്ങോട്ട് നോക്കിയേ. ആ സ്കൈയും മൗണ്ടനും കണ്ട ഫസ്റ്റ് ടൈം കിസിനെ കാത്തു നിൽക്കുന്ന ലവേഴ്സിനെ പോലെ ഉണ്ടല്ലേ? ഓ, സമ്മതിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഒത്തിരി ലേറ്റ് ആവും. അമ്മ ഇവിടെ തിരക്കുന്നുണ്ടാവും. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ബാക്കി കിടക്കുക. വാ, നമുക്ക് പോവാം. എടി പ്ലീസ്. അല്ല, അത് പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും നിനക്ക് എന്റെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? നിന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോപ്പ്ലെസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഇതുവരെ വന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറഞ്ഞ അപ്പോഴേക്കും സെൻഡി ആയോ? ഇത്തിരി കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. പോരെ, വാ നമുക്ക് അങ്ങോട്ട് പോകാം. നീ എനിക്കൊരു ഫോട്ടോ എടുത്തതാ. ഈ സീനറി അതിന്റെ മാക്സിമം ഡെപ്തോടുകൂടി കിട്ടണം. ഒരു പെയിന്റിംഗ് പോലെ. ഷുവർ. ഇപ്പൊ നിന്റെ ഉള്ളിൽ ചെന്ന ഈ 5 മില്ലി മതി നിന്റെ ജീവൻ എടുക്കാൻ. അരമണിക്കൂറിനകം വളരെ നാച്ചുറലായ കാർഡിയാക് അറസ്റ്റ്. തൊട്ടുപോകരുതല്ലേ. നീ എന്താണ് കരുതിയത്? ഈ ക്ലാര മാറിയെന്നോ? ഇല്ല, അങ്ങനെ മാറണമെങ്കിൽ ഈ ക്ലാര ഇല്ലാതാവണം. നിനക്ക് ഓർമ്മയുണ്ടോ ഞാനെന്ന് പറഞ്ഞത്? ഞാനില്ലാത്തൊരു ജീവിതം നീ സ്വപ്നം കാണണ്ടാന്ന്. കേട്ടില്ല നീ അന്ന്. നീ നിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. യു ആർ സെൽഫിഷ് മെർലിൻ, യു ആർ സെൽഫിഷ്. അതുകൊണ്ട് തന്നെ ഈ മരണം നീ അർഹിക്കുന്നു. നിനക്കും അറിയാലോ, ഈ കെമിക്കലിന്റെ ഒരംശം പോലും നിന്റെ രക്തത്തിൽ നിന്ന് കണ്ടെത്താനാവില്ലെന്ന്.
ദാറ്റ് മീൻസ് നിന്റെ യഥാർത്ഥ മരണകാരണം അതെന്നും അൺഐഡന്റിഫൈഡ് ആയിരിക്കും. ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ സയൻസ് ഞാനും നീയും പഠിച്ച അതേ തിയറി. എനിക്ക് ജീവിക്കണം പ്ലീസ് ക്ലാര പ്ലീസ്. സോറി മെർലിൻ, ഞാൻ വിളിച്ചതല്ലേ നിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷെ നീ കേട്ടില്ല. നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നീ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞത് മുതലാ നീ എന്നേക്കുമായി നഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സോറി മോളെ. നിന്റെ ഈ ബോഡി താഴേക്ക് പതിക്കുമ്പോഴേക്കും ഞാനങ്ങ് യുഎസിലേക്ക് പറഞ്ഞിരിക്കും. യുവർ ഫെയ്ത്ത് ബേബി, യുവർ ഫെയ്ത്ത്. ഹാപ്പി ജേർണി. സോഡിയം പെന്റത്താൻ എന്റെ ജീവൻ ഇല്ലാതാക്കിയ ഈ കെമിക്കൽ ഇല്ലാതാക്കും. നീ എന്ത് വിചാരിച്ചു? അമേരിക്കയിലെ ആഡംബര ജീവിതത്തിൽ സുഖിച്ച് ജീവിക്കുന്ന നീ എപ്പോഴും സേഫ് ആയിരിക്കുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരു നിരപരാധിയെ നീ കൊന്നീ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ നീ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ട്രാപ്പ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ല. മരണം ഉറപ്പാക്കിയിട്ടും ജീവന് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ വേദന അത് നീ മനസ്സിലാക്കണം. ഈ സ്പോട്ടിൽ വെച്ച് തന്നെ. അമേരിക്കയിൽ നിന്നും നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാണ്. സോഫിയയും മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ നിരപരാധിയായ അമ്മയും. ഞാൻ നിന്റെ ചേച്ചിയാ. ചേച്ചിയോ? നീയോ? ചെയ്യരുത് പ്ലീസ്. എനിക്ക് ജീവിക്കണം. ഒരിറ്റ ജീവന് വേണ്ടി ഇതുപോലെ ഞാനും നിന്നോട് എനിക്ക് ജീവിക്കണം പ്ലീസ് ക്ലാര. ശരിക്കും കെഞ്ചിയില്ലേ? പക്ഷെ നീ എനിക്ക് തന്നില്ല. ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയത് എന്റെ പ്രതീക്ഷകളാ, എന്റെ സ്വപ്നങ്ങളാ. ചേച്ചി എന്റെ അമ്മ, എന്റെ വിവാഹം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം. So you don't deserve a life. Wish you a happy journey.
ആ